പാറയിൽ വിള്ളൽ വീഴുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ജലം പുറത്തേക്ക് വമിക്കുകയും ചെയ്യും. അതിനെയാണ് എന്തു പറയുന്നത്? യെസ്, പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത്. പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് ഇതൊരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പോ സമീപകാലത്ത് ചോദിച്ചൊരു പരീക്ഷയിൽ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ട് വന്ന 4 ചോദ്യങ്ങൾക്ക് നമ്മളിപ്പോൾ പ്രശ്ന പരിഹരണം കണ്ടെത്തുകയാണ്. നമുക്കതിലേക്ക് കിടക്കാം, കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ. ഏത് പരീക്ഷയാണ് എന്ന് ചോദിച്ചാൽ പരീക്ഷ ഇതായിരുന്നു, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയായിരുന്നു. 9/8/2025 നടന്ന പരീക്ഷയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ 95ാമത്തെ ചോദ്യം ഇതായിരുന്നു: പിരിച്ചെഴുതിയതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ കേട് അധികം തൂ കേട്ടു. ഓപ്ഷൻ ബി കല്ല് അധികം മതം കന്മതം. ഓപ്ഷൻ സി ധനം അധികം തേ ധനത്തെ. ഓപ്ഷൻ ഡി കൺ അധികം നീർ കണ്ണീർ. ഇതിലേതാണ് ശരിയായ പിരിച്ചെഴുത്ത് എന്നതായിരുന്നു ചോദ്യം. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കൺ അധികം നീർ കണ്ണീർ എന്നുള്ളതാണ് ശരിയായ പിരിച്ചെഴുത്ത്. എന്തുകൊണ്ടാണ് അതവിടെ അങ്ങനെ വന്നത് എന്ന് പറയാം. അതിനു മുൻപ് ഈ എഴുതിയിരിക്കുന്ന 3 എണ്ണവും എന്തുകൊണ്ട് ശരിയായില്ല, എന്ത് ചെയ്തെങ്കിൽ അത് ശരിയാകുമായിരുന്നു എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് കേട് അധികം തൂ കേട്ടു. ഇതിൽ എന്താണ് തകരാറ്? ഇതിൽ രണ്ടാമത്തെ വാക്ക് കറക്റ്റ് ആണ്. തൂ തന്നെയാണ് അവിടെ വരേണ്ടത്. എന്താണ് ഈ തൂ? ഇത് ഭൂതകാല പ്രത്യയമാണ്. ഭൂതകാല പ്രത്യയം നമ്മൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാനായിട്ടൊരു വെർബിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി ചേർക്കാറുണ്ട് അല്ലേ? അതുപോലെ മലയാളത്തിൽ ചേർക്കുന്നതാണ്. ക്രിയകളോടൊപ്പം തൂ എന്ന ശബ്ദം ചേർക്കും അല്ലെ? ചെയ്തു, പെയ്തു തുടങ്ങിയ ഉദാഹരണങ്ങൾ നോക്കുക. വാക്കിന്റെ ഒടുവിൽ ചേർന്നിരിക്കുന്നത് തൂ എന്ന ശബ്ദമാണ്. അപ്പോ അവൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥമാകുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ഭൂതകാലത്തിലേക്ക് മാറിയത്? തൂ എന്ന ശബ്ദം ചേർത്തപ്പോഴാണ്. ഇന്നലെ മഴ പെയ്തു എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ടത് ഭൂതകാലമായി? പെയ്തു, തൂ എന്ന പ്രത്യയം ചേർത്തത് കൊണ്ട്. അപ്പൊ തൂ എന്നുള്ളത് ഭൂതകാല പ്രത്യയമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആദ്യത്തെ വാക്കിലേക്ക് കടക്കാം. കേട്ടു എന്നതാണ് തന്നിരിക്കുന്ന വാക്ക്. ഈ ക്രിയാപദത്തെ അല്ലെങ്കിൽ ഈ ഭൂതകാല ക്രിയയെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ക്രിയാനാമം കണ്ടെത്തണം അല്ലെ? കേട്ടു എന്നുള്ളതിന്റെ ക്രിയാനാമം എന്താണ്? കേൾവി എന്നാണ്. അതിന്റെ ക്രിയാരൂപം എന്താണ്? കേൾക്കുക എന്നാണ്. അപ്പൊ കേൾവി, കേൾക്കുക തുടങ്ങിയ ശബ്ദങ്ങളുടെ ഒക്കെ തന്നെയും ആദ്യ ഭാഗം എന്താണ്? കേൾ എന്നാണ്. കേൾ എന്ന ശബ്ദത്തോടൊപ്പം തൂ ചേരുമ്പോഴാണ് എന്ത് കിട്ടുക? കേട്ടു എന്ന വാക്ക് കിട്ടുക. കണ്ടോ? അതുകൊണ്ടാണ് ഓപ്ഷൻ എ തെറ്റിപ്പോയത്. ഇതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കണ്ടു എന്ന വാക്ക് ശ്രദ്ധിക്കുക. കണ്ടു എന്നുള്ളത് ഭൂതകാല ക്രിയയാണല്ലോ. ഇതിന്റെ ക്രിയാരൂപം എന്താണ്? കാണുക എന്നുള്ളതാണ് അല്ലെ? കാണുക എന്നുള്ളതാണ്. അപ്പൊ കണ്ടു എന്ന രൂപം എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? കൺ അധികം തൂവാണ് കണ്ടു എന്നാകുന്നത്. കാര്യം മനസ്സിലായോ? ഇതുപോലെ പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ച പദമായിരുന്നു വിറ്റു. വിറ്റു എന്ന പദം ഇതെങ്ങനെയാണ് പിരിച്ചെഴുതാൻ സാധിക്കുക? വിൽ അധികം തൂവാണ് വിറ്റു. വിൽക്കുക എന്നത് അതിന്റെ ക്രിയാരൂപമാണ്. അതിനോടൊപ്പം ഭൂതകാല പ്രത്യയമായ തൂ ചേർത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? വിറ്റു എന്ന ശബ്ദം കിട്ടി. അപ്പൊ ഇവിടങ്ങളിലൊക്കെ പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നത് തൂ എന്ന ശബ്ദമാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേൾ, കൺ, വിൽ തുടങ്ങിയ ക്രിയാധാതുക്കളോടൊപ്പം തൂ എന്ന ഭൂതകാല പ്രത്യയം ചേരുമ്പോഴാണ് കേട്ടു, കണ്ടു, വിറ്റു തുടങ്ങിയ വാക്കുകൾ നമുക്ക് ലഭിക്കുക. പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. ഈ 3 വാക്കുകളും ഓർത്തു വെക്കണം. 1 മാർക്ക് ഉറപ്പാണ്. ഇനി എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി തെറ്റായത് എന്ന് പരിശോധിക്കാം. എന്തായിരുന്നു ഓപ്ഷൻ ബി? കല്ല് അധികം മതം കന്മതം. ആദ്യം എന്താണ് കന്മതം എന്നറിഞ്ഞിരിക്കണം. വാക്കിന്റെ അർത്ഥം അറിഞ്ഞിരിക്കുക വളരെ പ്രധാനമാണ്. കന്മതം മലമ്പ്രദേശത്തൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. പാറയുണ്ടാകും അല്ലെ? പാറയുണ്ടാകും. നല്ല വേനൽക്കാലത്ത് നല്ലതുപോലെ താപനില ഉയരുന്ന അവസരത്തിൽ പാറയിൽ വിള്ളൽ വീഴുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ജലം പുറത്തേക്ക് വമിക്കുകയും ചെയ്യും. അതിനെയാണ് എന്തു പറയുന്നത്? കന്മതം എന്ന് പറയുന്നത്. അതായത്
പുറമേയുള്ള ചൂട് വല്ലാതെ കണ്ട് ഉയരുമ്പോൾ അകത്തു നിന്നുള്ള ജലം പുറത്തേക്ക് വരുന്നത് കന്മദജലം. അതുകൊണ്ടാണ് ആനയുടെ മദപ്പാട് നമുക്കറിയാം അല്ലേ, മദജലം എന്നാണ് വിളിക്കുന്നത്. ഈ പറയുന്നത് പോലെ ആനയുടെ തലയ്ക്ക് ചൂട് കൂടുമ്പോഴാണ് മദജലം പുറത്തേക്ക് ഒഴുകുന്നത്, അല്ലെങ്കിൽ മദപ്പാടുണ്ടാകുന്നത്. അപ്പൊ മദം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അത് ആനയുടെ മദജലത്തെക്കുറിച്ച്. കല്ലിന്റെ മദജലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അത് എന്താകുന്നത്, കന്മദമാകുന്നത്. കിട്ടിയോ? അപ്പോ കന്മദം എന്ന് പിരിക്കുമ്പോൾ കല്ലിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് ശരി. പക്ഷേ പിരിച്ചെഴുതുമ്പോൾ ഒരിക്കലും പൂർവ്വപദത്തിന്റെ ഒടുവിൽ കൂട്ടക്ഷരം വരാറില്ല എന്നുള്ളതാണ്. വാഗ്വാദം എന്ന് എഴുതുമ്പോൾ വാക്ക് അധികം വാദം എന്നല്ല എഴുതുന്നത്, ഒരു കാമതി. വാക്ക് അധികം വാദമാണ് ചേർത്തെഴുതുമ്പോൾ എന്താകുന്നത്, വാഗ്വാദമാകുന്നത്. അതുപോലെ കന്മദം അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, കൽ അധികം മദം. ഇതാണ് എന്താകുന്നത്, കന്മദമാകുന്നത്. രണ്ടും ശരിയാണ് കേട്ടോ. ചില്ലക്ഷരം ഉപയോഗിച്ച് എഴുതിയാലും തെറ്റ് പറയാൻ സാധിക്കില്ല. ചില പരീക്ഷകളിൽ ഇത് തെറ്റാണ് എന്ന നിലയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അച്ചടിച്ചു വന്നിരുന്നു. പക്ഷെ ഇത് രണ്ടും ശരിയായ പ്രയോഗമാണ്. എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ ഇങ്ങനെ എഴുതുന്നതായിരിക്കും ഉചിതം. ൽ എന്ന ചില്ലക്ഷരം എന്തൊക്കെ ചേർന്നതാണ്, ല എന്ന വ്യഞ്ജനത്തോടൊപ്പം സമൃദ്ധോകാരം അഥവാ ചന്ദ്രക്കല ചേരുമ്പോഴാണ് ൽ എന്ന ചില്ലക്ഷരം നമുക്ക് ലഭിക്കുക. അപ്പോ കല് അല്ലെങ്കിൽ കൽ എന്ന ശബ്ദത്തോടൊപ്പം മദം എന്ന വാക്ക് ചേരുമ്പോഴാണ് ഏത് വാക്ക് കിട്ടുന്നത്, കന്മദം എന്ന വാക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി തെറ്റായത് കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ലായും മായും കൂടി ചേർന്നാൽ ചേർത്തെഴുത്തിൽ അപ്പൊ അത് എന്തായി മാറും, ലായുടെ സ്ഥാനത്ത് നാ വരും എന്നൊരു നിയമമുണ്ട്. വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ളത് നെൽ അധികം മണി. കണ്ടോ, ഇവിടെയും എന്താ സംഭവിച്ചിരിക്കുന്നേ, ലായും മായും അടുത്തടുത്ത് വന്നിരിക്കുന്നു. ചേർത്തെഴുതുമ്പോഴപ്പ എന്താകണം, നെന്മണി എന്നാകണം. കാര്യം മനസ്സിലായോ? ലായും മായും അടുത്തടുത്ത് വന്നാൽ അത് നായും മായുമായിട്ട് മാറും. നൽ അധികം മാ, ഇതാണ് ചേർത്തെഴുത്തിൽ എന്തായി മാറുന്നത്, നന്മയായി മാറുന്നത്. അതുപോലെ തിൽ അധികം മായാണ് എന്തായി മാറുന്നത്, തിന്മയായിട്ട് മാറുന്നത്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലായും മായും ചേരുമ്പോഴാണ് ചേർത്തെഴുത്തിൽ അത് നായും മായുമായിട്ട് മാറുന്നത്. മറ്റൊരു പിരിച്ചെഴുത്ത് നിയമം നമ്മൾ പഠിച്ചേ, ഇനി മറക്കൂലേ, പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഓപ്ഷൻ സി എന്തുകൊണ്ട് തെറ്റായി എന്ന് നോക്കാം. ധനം അധികം എ സമം ധനത്തെ എന്ന് വന്നിരിക്കുന്നു. ഇവിടെ എന്താ തകരാറ്, ഇവിടെ തേ അല്ല വരേണ്ടത്, പിന്നെയോ ധനം എന്ന ശബ്ദത്തോടൊപ്പം പ്രതിഗ്രാഹിക വിഭക്തി പ്രത്യയമായ എ ചേരുമ്പോഴാണ് ഏത് വാക്ക് കിട്ടുന്നത്, ധനത്തെ എന്ന വാക്ക് കിട്ടുന്നത്. എന്താണ് ഈ നിയമം അറിയാമോ? അനുസ്വാരം. അനുസ്വാരം എന്ന് പറഞ്ഞാൽ അം എന്ന ശബ്ദം അനുസ്വാര ശബ്ദത്തോടൊപ്പം, അതായത് അം എന്ന ശബ്ദത്തോടൊപ്പം ഏതെങ്കിലും ഒരു സ്വരാക്ഷരം ചേർന്നാൽ ചേർത്തെഴുത്തിൽ എന്തുണ്ടാകും, ഇരട്ടിച്ച തകാരമുണ്ടാകും. അങ്ങനെ ഒരു നിയമമുണ്ട്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. ഉദാഹരണം പറയുമ്പോൾ വ്യക്തമാകും. പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ് ആയിരത്താണ്ട്. എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്, ആയിരം അധികം ആണ്ട്. ഇതാണ് ചേർത്തെഴുതുമ്പോൾ എന്താകുന്നത്, ആയിരത്താണ്ടാകുന്നത് കേട്ടോ. ആയിരത്താണ്ട്. ആ ഇരട്ടിച്ച തകാരം എവിടെ നിന്നാ വന്നത് എന്നിപ്പോ മനസ്സിലായോ? ആയിരം എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ആരുണ്ട്, അം എന്ന അനുസ്വാരമുണ്ട്. രണ്ടാമത്തെ വാക്ക് ആരംഭിച്ചിരിക്കുന്നത് എന്തിലാണ്, ആ എന്ന സ്വരാക്ഷരത്തിലാണ് അല്ലെ. അപ്പോ അമ്മിൽ അവസാനിക്കുന്നു, ആ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിക്കുന്നു. അപ്പൊ ചേർത്തെഴുത്തിൽ അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് ആര് വരണം, ഇരട്ടിച്ച തകാരം വരണം. മറ്റൊന്ന് നോക്കിക്കേ, ജലം അധികം ഇൽ ചേർത്തെഴുതുമ്പോ എന്താകും, ജലത്തിൽ. കണ്ടോ, സെയിം അല്ലേ, ഒരേ നിയമം തന്നെയാണ് ഇവിടെയൊക്കെ വർക്കൗട്ട് ആകുന്നത് കേട്ടോ. അം എന്ന അനുസ്വാരം, ഈ എന്ന സ്വരാക്ഷരം, ചേർത്തെഴുത്തിൽ അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് ഇരട്ടിച്ച തകാരം. വെള്ളത്തിൽ എന്ന് പറഞ്ഞാലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്, വെള്ളം അധികം ഇൽ വെള്ളത്തിൽ എന്ന് കിട്ടുന്നു. അം എന്ന അനുസ്വാരത്തിൽ അവസാനിക്കുകയും സ്വരാക്ഷരത്തിൽ രണ്ടാമത്തെ പദം ആരംഭിക്കുകയും ചെയ്താൽ ചേർത്തെഴുത്തിൽ അനുസ്വാരം അഥവാ അം എന്ന ശബ്ദത്തിന്റെ സ്ഥാനത്ത് ആര് വരും, ഇരട്ടിച്ച തകാരം വരും. അപ്പൊ ധനത്തെ എന്ന വാക്ക് എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്,
ധനം അധികം എ ആണ് ധനത്തെ ആകുന്നത്. കിട്ടിയോ? 1000 ആണ്ട്. ഇത് പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കിട്ടിയല്ലോ. 4ാമത്തെ ഓപ്ഷൻ അത് തന്നിരുന്നത് കറക്റ്റ് ആയിരുന്നു. എന്നാലും നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം. അതിന്റെ പിന്നിലെ നിയമം എന്താണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ദാ നോക്കൂ, കൺ അധികം നീർ കണ്ണീർ ആയി മാറുന്നു. എന്നുള്ളത് ചില്ലക്ഷരമാണ്. നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ഇതിനെ എങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. കൺ അധികം നീർ, ഇതാണ് എന്താകുന്നത്? കണ്ണീരാകുന്നത്. ഇരട്ടിച്ച നകാരമല്ലേ? അപ്പൊ സമൃദ്ധോകാരം അഥവാ ചന്ദ്രക്കല ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇനി പറയാൻ പോകുന്ന നിയമം ശ്രദ്ധിച്ച് കേൾക്കുക. നായും നായും കൂടി ചേർന്നാൽ ചേർത്തെഴുത്തിൽ അത് എന്തായി മാറും? ഇരട്ടിച്ച നകാരമായി മാറും. അധികം നാ സമം ഇരട്ടിച്ച ണ. ഒരുപാട് ഉദാഹരണങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കണ്ണീര് ആവർത്തിക്കുന്ന ചോദ്യമാണ്. അതുപോലെ മറ്റൊന്ന് 800. 800 എന്ന വാക്ക് 8 അധികം 100 എന്ന് പിരിച്ചെഴുതരുത് കേട്ടോ. എൺ അധികം 100 ഇതാണ് ചേർത്തെഴുത്തിൽ എന്തായി മാറുന്നത്? 800 മാറുന്നത്. കണ്ടോ? എൺ അധികം 100 800. എന്തുകൊണ്ടാണ് 800 എന്ന് വന്നത്? ഇവിടെ പൂർവ്വപദം അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് അവസാനിച്ചിരിക്കുന്നത് ന എന്ന ശബ്ദത്തിൽ, രണ്ടാമത്തെ വാക്ക് ആരംഭിച്ചിരിക്കുന്നത് ന എന്ന ശബ്ദത്തിൽ. എൺ അധികം 100 800. കൺ അധികം നീര് കണ്ണീര്. നായും നായും കൂടി ചേർന്നാൽ അത് ഇരട്ടിച്ച നകാരമായി ചേർത്തെഴുത്തിൽ മാറും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ വെണ്ണീർ എന്ന വാക്ക് വെൺ അധികം നീരല്ല കേട്ടോ, വെൾ അധികം നീരാണ് വെണ്ണീരാകുന്നത്. പലരും വെണ്ണീർ എന്ന വാക്ക് അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. വെൺ അധികം നീർ അല്ല, വെൾ അധികം നീറാണ് വെണ്ണീരാകുന്നത്. കണ്ണീര് 800 അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഈ നിയമത്തിന്റെ കീഴെ വരുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന 4 നിയമങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കണ്ടോ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് 4 നിയമത്തിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി വരുന്ന പരീക്ഷയിലും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ ആകെ 4 നിയമം പഠിച്ചാൽ മതിയോ? പോരാ. 20ഓളം നിയമങ്ങൾ, ഇത്തരത്തിലുള്ള ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് നിയമങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആപ്പ് സന്ദർശിക്കുകയാണെങ്കിൽ, എൻട്രി ആപ്പ് സന്ദർശിക്കുകയാണെങ്കിൽ ഈ നിയമങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം കാണാവുന്നതാണ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് പോലും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പോ ഇത്തരത്തിലുള്ള സെഷനുകളുമായി ഞാൻ വീണ്ടും വരും. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.